ഇവിടുത്തെ കൃഷി രീതി എന്ന് വെച്ചാൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. നമ്മൾ കൃഷി നിർത്തുന്നില്ല, കേടായ ചെടിയെ മാറ്റുന്നു, അടുത്ത ചെടി നടുന്നു. ശരിക്കും പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുന്ന അത്ര അല്ല. ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഗ്രൂപ്പിൽ ചേർക്കാറില്ല. സ്ഥലം ഇല്ലെങ്കിൽ ഒരു മരത്തിന്റെ മോളിലെങ്കിലും എന്തെങ്കിലും കെട്ടിത്തൂക്കി അതിനകത്ത് കൃഷി ചെയ്യും. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ കൃഷി ഗ്രൂപ്പുകളിലും ഉണ്ട്. അതിൽ നിന്ന് മികച്ചു നിൽക്കുന്നതാണ് പച്ചപ്പ് ഗ്രൂപ്പ്. പച്ചപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം ബേസ് ചെയ്തുള്ള ഒരു ജൈവ കൃഷി ഗ്രൂപ്പാണ്. തിരുവനന്തപുരം ബേസ് ചെയ്താണെങ്കിൽ പോലും കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലുള്ള സുഹൃത്തുക്കൾ ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ്. ഞങ്ങളിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഇപ്പം ഞങ്ങളുടെ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്, എല്ലാ വർഷവും സംഗമിക്കാറുണ്ട്. അതിൻ്റെ ഒരു വാർഷിക സമ്മേളനം സംഗമം ഇപ്പോൾ കഴിഞ്ഞ മാസം 17-ാം തീയതി കഴിഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ മെയിനായിട്ട് ചെയ്ത് ഞങ്ങൾ കൂടുതലും അടുക്കള കൃഷിക്കാരാണ്. ഇടയ്ക്ക് ഞങ്ങളുടെ വളരെ വിദഗ്ധരായ ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ജൈവ കൃഷിയെക്കുറിച്ചും കൃഷിക്ക് വളപ്രയോഗം, കീടനാശിനി പ്രയോഗം, അങ്ങനെ കൃഷിയുടെ എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യത്തക്കവണ്ണമുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. അത് കാർഷിക കോളേജിൽ നിന്നാണെങ്കിലും പിന്നെ കരമന നെടുങ്കാട് ഒരു കാർഷിക കോളേജുണ്ട്, ഒരു കൃഷി വകുപ്പിൻ്റെ ഒരു ഭാഗമുണ്ട്. അവിടെയാണെങ്കിലും CTCRAയിലാണെങ്കിലും പലയിടത്തും ഞങ്ങൾ സംഘടിക്കാറുണ്ട്. ഞങ്ങളല്ലാതെ തന്നെ ഗാന്ധി ഭവൻ, തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധിയിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ പല വിധത്തിലുള്ള ക്ലാസ്സുകൾ. പിന്നെ ഞങ്ങളിപ്പോൾ അടുത്ത കാലത്തായിട്ട് സംഘടിപ്പിച്ചത് ബഡ്ഡിങ് ആൻഡ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ക്ലാസ്സായിരുന്നു. ഏകദേശം പകുതിയോളം ആൾക്കാർ പങ്കെടുത്തൊരു ക്ലാസ്സായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള പഠനയാത്രകൾ, ഫാം വിസിറ്റ് പഠനയാത്രകളൊക്കെ നടത്താറുണ്ട്. പിന്നെ ഒരു വർഷത്തിലൊരിക്കൽ ഞങ്ങൾ കൂടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സംഗമങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. ഒരു മിനി മീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടും, ഏകദേശം എല്ലാവരും ഒരുമിച്ച് കൂടും. ആ സമയത്ത് ഞങ്ങൾക്കൊരു ഉത്സവം പോലെയാണ്. ശരിക്കും വിത്തുകൾ പരസ്പരം നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള ആൾക്കാരുടെ കയ്യിലുള്ള വിത്തുകളെല്ലാം പരസ്പരം 2 മാസത്തിന് മുന്നേ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്യും, ഗ്രൂപ്പ് വഴി വിതരണം ചെയ്യും. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ ചോദിച്ച് വാങ്ങിക്കും. അപ്പോൾ ഒരാളിൻ്റെ ഉള്ളത് മറ്റൊരാളിന് ഇല്ലാത്ത ആൾ ചോദിച്ച് വാങ്ങിക്കും. അങ്ങനെ അത് കൂടാതെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് തന്നെ കുറേ ഫ്രൂട്ട് പ്ലാന്റ്സ്, പിന്നെ CTCRAയിലെ നല്ല ഗുണനിലവാരമുള്ള വിത്തുകൾ, പിന്നെ നടീൽ വസ്തുക്കളൊക്കെ ഞങ്ങൾ വാങ്ങി സപ്ലൈ ചെയ്യാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട്. പിന്നെ ഏറ്റവും മികച്ച കർഷകർക്ക് അവാർഡ് കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. പിന്നെ കുട്ടി കർഷകർക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മത്സരങ്ങൾ വയ്ക്കും, ഗ്രൂപ്പിനകത്ത് കൃഷി മത്സരങ്ങൾ വയ്ക്കും. അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പ്രത്യേകിച്ച് അവാർഡ് കൊടുക്കും. കാരണം അവർ നല്ല എഫർട്ട് എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മത്സരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട്. പിന്നെ ജൈവ കൃഷിക്കാർക്ക് ആവശ്യമുള്ള കൃഷിക്ക് ആവശ്യമുള്ള ഗ്രോ ബാഗ്, ചകിരിക്കട്ട, അത്തരം സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ട് കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ട് അതേ വിലയ്ക്ക് അവർക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ വില കുറച്ചും അവർക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ജൈവ കൃഷി ആരോടും നമ്മൾ രാസകൃഷി ചെയ്യരുതെന്നും പറയില്ല. പക്ഷേ ജൈവ കൃഷിയിലേക്ക് വരേണ്ടത് എന്തിനാണ് എന്നുള്ള പ്രാധാന്യത്തെക്കുറിച്ച് എപ്പോഴും ഗ്രൂപ്പിൽ അവയർനെസ് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ തരം കൃഷിക്കാരും ഉണ്ട്. വാഴ കൃഷി ചെയ്യുന്നവരുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്, സമ്മിശ്ര കൃഷിക്കാരുണ്ട്, അടുക്കളത്തോട്ടം മാത്രം ചെയ്യുന്നവരുണ്ട്. ടെറസ് കർഷകരാണ് കൂടുതലും. കാരണം ട്രിവാൻഡ്രത്തെ ചുറ്റുമുള്ളവർ മിക്കവാറും പേര് ടെറസ് കർഷകരാണ്. ഭൂമി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ കൃഷി ചെയ്യാതിരിക്കുന്നില്ല. അവരുടെ ചെറിയ സ്ഥലത്ത് പോലും നിറയെ അവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ചെന്നാൽ അറിയാം, സ്ഥലം ഇല്ലെങ്കിൽ അവർ മരത്തിൻ്റെ മുകളിലെങ്കിലും എന്തെങ്കിലും കെട്ടിത്തൂക്കി അതിനകത്ത് കൃഷി ചെയ്യും. അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ ഈ ഗ്രൂപ്പിനകത്തുള്ളവരെല്ലാം ഇപ്പോൾ കണ്ടല്ലോ, ഈ ഗ്രൂപ്പിനകത്തുള്ളവരെല്ലാം ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് ഗ്രൂപ്പിൽ ചേർക്കാറില്ല. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരും ഇങ്ങോട്ടും ഗ്രൂപ്പിനെക്കുറിച്ച് അറിഞ്ഞു വരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഉള്ളവരുടെ ഫ്രണ്ട്സ് അവർ പറഞ്ഞിട്ട് ഗ്രൂപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഫ്രണ്ട്സിനെ കൂട്ടി വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലിങ്ക് കൊടുത്തൊന്നും ഒരു കൃഷിക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആർക്ക് ലിങ്ക് കൊടുക്കുകയോ നിർബന്ധിച്ച് ചേർക്കുകയോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിനകത്തുള്ളവരെല്ലാവരും ആത്മാർത്ഥമായി കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷി ചെയ്യുന്നവരുമാണ് മൊത്തം ആൾക്കാരും. അത് ഞങ്ങളുടെ ഒരു മീറ്റ് വരുമ്പം മനസ്സിലാവും എത്ര
എത്രമാത്രം ആൾക്കാരാണ് അവിടെ വരുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് വരുന്ന അത്ര അല്ല, FB കൂട്ടായ്മയിലൊക്കെയുള്ള അത്രയും ഒരു FB ഗ്രൂപ്പിൻ്റെ മീറ്റ് നടക്കും പോലെയാണ് ഞങ്ങളുടെ മീറ്റ് നടക്കുന്നത്. അത്ര ഒരു നല്ല രീതിയിലാണ് നടക്കുന്നത്. എല്ലാവർക്കും സന്തോഷമാണ്. എല്ലാവർക്കും ഇഷ്ടംപോലെ നടീൽ വസ്തുക്കളും വിത്തുകളും ഒക്കെ ആ ദിവസം അവർക്ക് കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത്. ജൈവ കൃഷി എങ്ങനെയും പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി എല്ലാവരും, ഞാൻ മാത്രമല്ല, അഡ്മിൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മാത്രമല്ല, ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാലൊരു 5 വർഷമായിട്ടാണ് സജീവമായി ഈ ഫാമിങ്, ഈ പറഞ്ഞ പോലെ കോവിഡ് ആണ് ഞാൻ ഫുൾ ടൈം അഗ്രികൾച്ചറിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. ഒരു 15 to 20 വർഷമായിട്ട് അഗ്രികൾച്ചർ ഫീൽഡിലുണ്ട്. ഈ ലൈക്ക് ഹൈടെക് മറ്റേ കൃഷി രീതികളും ഫാമിങ്, ടെറസ് ഗാർഡനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ബേസിക്കലി ഞാനൊരു മൈക്രോബയോളജിസ്റ്റാണ്, MSc മൈക്രോബയോളജിയാണ്. അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബയോടെക് ഫേം ഉണ്ട് എനിക്ക്, ക്ലൗഡ് ബയോ ഇന്നോവേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടുത്തെ കൃഷി രീതി എന്ന് വെച്ചാൽ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ എല്ലാം റീസൈക്കിൾഡ് ആണ്. പിന്നെ ഇവിടെ ഇപ്പം സാധാരണ ഫാമുകളുടെ, ഇപ്പം പൊതുവേ കാണുന്ന ഫാമുകളുടെ രീതിയിലല്ല നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. ഗട്ട് മൈക്രോബയോം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വയറിനുള്ളിലൊക്കെ ഒരു മൈക്രോബയോം ഉണ്ട്. അതേപോലെ അതായത് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതാണ് നമ്മുടെ ദഹന പ്രക്രിയ സ്പീഡപ്പ് ചെയ്യുന്നത് ഇതാകും. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രോബയോട്ടിക് ആയിട്ട് തൈര് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് പ്രോഡക്ട്സ് ഒക്കെ കഴിക്കണമെന്ന് ഡോക്ടർമാർ ഇപ്പം എഴുതി തുടങ്ങി. അതേപോലെ മണ്ണിൽ കുറച്ച് ഒരു മൈക്രോബയോം ഉണ്ട്, അതായത് സോയിൽ മൈക്രോബയോം എന്ന് പറയും. അപ്പോൾ നമ്മൾ അതിനെ മാക്സിമം ഡിസ്റ്റർബ് ചെയ്യാതെയാണ് നമ്മുടെ എല്ലാ കൃഷി രീതികളും, അതായത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിനകത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം അവർ പറഞ്ഞല്ലോ കെമിക്കലും ഇതും കൂടെയുള്ള ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്. ഒരു വലിയ കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ വലിയൊരു പ്ലാന്റേഷനിലൊക്കെ ആണെങ്കിലാണ് അത് ഭയങ്കരമായിട്ട് പ്രാവർത്തികമാണ്. അതായത് ഒരു മേ ബി ഇപ്പോൾ പറഞ്ഞാൽ 10 സെൻറ്റിൽ നിങ്ങൾ പിന്നെ വാഴ കൃഷി ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇറക്കുന്ന പൈസ തിരിച്ചു കിട്ടും. ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയപ്പം 300 മൂട് വാഴ വെച്ചു, എനിക്ക് ഒരു 100 മൂടിൻ്റെ ഫലമേ കിട്ടിയുള്ളൂ. കാരണം മണ്ണ് മാറി വരാനുള്ള കാലതാമസമാണ്. കാരണം അതിന് മുമ്പ് ഇവിടെ ആൾ കൃഷി ചെയ്യുമ്പോൾ വാഴയ്ക്കും തെങ്ങിനുമൊക്കെ കെമിക്കലൊക്കെ ഇട്ട് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. അപ്പം പിന്നെ ആ മൈക്രോ ഓർഗാനിസം റിജുവനേറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു 2-3 വർഷം എടുത്തു. പക്ഷേ ഇപ്പം താഴോട്ടൊക്കെ ഇപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, എന്നാലും ഇവിടെ നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു വാഴ കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 100-100ഓളം വാഴ ഉണ്ട്. അത് 100ലും ഒരു 10-20 അല്ലെങ്കിൽ 25ഓളം വെറൈറ്റീസ് അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒറ്റ വെറൈറ്റി കൃഷിയല്ല. അതായത് ഡൈവേഴ്സ് ചെയ്യണം, മാക്സിമം ഒരു ബയോഡൈവേഴ്സിറ്റി കൊണ്ടുവരികയാണെങ്കിൽ ഈ രോഗപ്രതിരോധ ശേഷി കൂടും. അപ്പം ആ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ജസ്റ്റ് ഒരു മോഡൽ പ്ലോട്ടായിട്ട് കാണുക. നമ്മുടെ തന്നെ പരീക്ഷണങ്ങളാണ്, എല്ലാം വിജയിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ചില നിങ്ങൾ നോക്കുമ്പം ഇപ്പം മറ്റേ ഇല ചുരുട്ടി പുഴു ഉണ്ടോ എന്ന് വെച്ചാൽ അവിടെ ഉണ്ട്. അപ്പോൾ അതിന് അവരുടെ അടുത്ത് നമ്മൾ പിന്നെ മറ്റേ വേപ്പില കഷായവും അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ തന്നെയുള്ള ഗോമൂത്രവും സോപ്പ് ലൈനും എല്ലാം കൂടെ അടിക്കാൻ പറയും. നല്ല മഴയുള്ളപ്പോഴാണെങ്കിൽ അത് പോവില്ല, അപ്പോൾ അത് പിന്നെയും വരും, അതിൻ്റെ ശക്തി കൂടുതലാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ പോലെ നമ്മൾ കൃഷി നിർത്തുന്നില്ല, കേടായ ചെടിയെ മാറ്റുന്നു, അടുത്ത ചെടി നടുന്നു. വിത്ത് ഇവിടുന്ന് തന്നെയുള്ള വിത്താണ്. ഇപ്പം തക്കാളി നട്ടിടത്ത് ചിലപ്പം കയ്യിൽ വിത്തുള്ളത് പയറിൻ്റെ ആണെങ്കിൽ പയർ നടും, ചീരയാണുള്ളെങ്കിൽ ചീര ഇടും. പക്ഷെ നമ്മൾ ആ ഗിവൺ സ്പേസ് വെറുതെ ഇട്ടിരിക്കില്ല, എന്തെങ്കിലും അതിനകത്ത് ഇട്ടിരിക്കും. എന്നിട്ട് അതിനകത്ത് നമ്മളെ അടിവളമായിട്ടുള്ള കരിയിലയും നമ്മളെ ബയോ കമ്പോസ്റ്റും ഇതെല്ലാം ആഡ് ചെയ്ത് അതാണ് ഇവിടെ നിൽക്കുന്നത്. എന്നിട്ട് മിനിമം എഫേർട്ട് ആൻഡ് മെയിൻ്റനൻസ്, അതിൽ നിന്ന് മാക്സിമം ഈൽഡ്, അതിലോട്ടുള്ള പരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വിജയിച്ചോ എന്ന് ചോദിച്ചാൽ വിജയിച്ചിട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് തുടങ്ങിയതിനെക്കാട്ടിയും ഒരു ബെറ്റർ സ്റ്റേജിലാണ്. ഇപ്പം നമ്മൾ ഈ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി നമ്മളൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലുള്ള നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ ഈ ഇൻകവും ഇതെല്ലാം അവർക്ക് കൊടുക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷവും ഗ്രോത്ത് ഉണ്ട്. അതായത് ഒരു വെച്ചൂർ പശുവും പിന്നെ ഒരു 3 ആടും 18 കോഴിയായിട്ടാണ് അനിമൽ ഹസ്ബൻഡറി തുടങ്ങിയത്. ഇന്ന് 10-25 പശുക്കളുണ്ട്, 7 ആടുകൾ. എപ്പോഴും 10-20 ആടാകുമ്പോൾ നമ്മൾ കൊടുത്തിട്ട് ഒന്നേന്ന് പുതിയ ബ്രീഡാണ്, പുതിയതായിട്ട് ഒന്നേന്ന് ബ്രീഡ് ചെയ്തിട്ട് പിന്നെ അത്
വളർന്ന് കുട്ടികളാകുമ്പോൾ മൊത്തത്തിൽ കൊടുക്കും. അപ്പോഴേ നമുക്ക് ഈ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ഇൻബ്രീഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. കോഴികൾ 200 അല്ലെങ്കിൽ 300 കോഴികൾ നമ്മളെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും. അതിനകത്തൊരു 50 അല്ലെങ്കിൽ 100ഓളം മുട്ടക്കോഴികളും ബാക്കിയെല്ലാം നാടൻ കോഴികളാണ്. ഇപ്പോൾ അവരിവിടെ തന്നെ വിരിയുന്നുണ്ട്, ബ്രീഡിംഗ് ഒക്കെ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. ഈവൻ പശുക്കളുടെ മെയ്റ്റിങ് നമ്മളിപ്പോൾ ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിത്ത് ചെയ്യുന്നത് പോലെ ഇവിടെ തന്നെ എല്ലാം സസ്റ്റെയിൻ ആവുക എന്നുള്ളതാണ്. ഇതിന് പുറത്തുനിന്നൊന്നും ഇങ്ങോട്ടും വരണ്ട, ഇവിടെ നിന്നൊന്നും അങ്ങോട്ടും കൊടുക്കണ്ട അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പം വേസ്റ്റ് ആയാലും എല്ലാം സർക്കുലേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ബയോഗ്യാസ് ആയിട്ടും. ഇപ്പോൾ ഇവിടുന്ന് വേസ്റ്റ് ഒന്നും നമ്മളിപ്പോൾ വെളിയിലോട്ട് തള്ളേണ്ട ഒരു സാഹചര്യം ഇല്ലാത്ത അളവിലേക്ക് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ കൃഷി ഗ്രൂപ്പുകളിലും ഉണ്ട്. അതിൽ നിന്ന് മികച്ചു നിൽക്കുന്നതാണ് പച്ചപ്പ് ഗ്രൂപ്പ്. പച്ചപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ ഒത്തിരി അംഗങ്ങളുണ്ട്. അവരെല്ലാവരും ഒരുവിധം നല്ല രീതിയിൽ പച്ചപ്പ് കൃഷി നടത്തുന്നവരാണ്. ആ പച്ചപ്പിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് നൂതനമായുള്ള കൃഷി മാർഗ്ഗങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല ക്ലാസ്സുകളും നമുക്ക് ഇന്നിപ്പോൾ അതിൻ്റെ ക്ലാസ്സിൻ്റെ ഭാഗമായി ലോക പരിസ്ഥിതി ദിനമായിട്ട് കല്ലിയൂർ അജിത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ ഫാമിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇന്ന് ഇവിടെ നടന്ന ക്ലാസ്സുകളിൽ നിന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു. കേരളം മുഴുവനുള്ള ഒരുവിധപ്പെട്ട ഫാമുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും മെച്ചമായിട്ട് ഒരുപാട് സ്വതന്ത്രമായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് ഇവിടുത്തെ ഫാം കൊണ്ട് കഴിഞ്ഞു. പച്ചപ്പിൽ വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് നേറ്റ കൂടുതൽ ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ട്. പച്ചപ്പെന്ന് പറഞ്ഞാൽ ഓരോ വർഷവും ഞങ്ങളുടെ എല്ലാ കൂട്ടായ്മയിലും നല്ല രീതിയിൽ കൃഷി കൂട്ടായ്മ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല കൃഷികൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.